നമസ്കാരം. ജീവിതത്തിലെ വലിയൊരു പ്രഹേളിക പറയട്ടെ. ഏതാണ് നമ്മളെ കുറേ ചിന്തിപ്പിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വലിയ ബിസിനസ്സുകാരോ ദാരിദ്ര്യത്തിൽപ്പെട്ടിട്ടുള്ളവരോ അല്ല, മീഡിയം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോലി ജീവിതമല്ല. ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ജോലിയുള്ളവരോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ജീവിതം? അപ്പോൾ അവർ പറയും, റിട്ടയർ ആയിട്ട് വേണം ശരിക്കും ജീവിക്കാൻ. ഇപ്പം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു, വേറൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. റിട്ടയർ ആയ എന്നെ പോലുള്ളവരോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ജീവിതം? എന്ത് ജീവിതം? സ്ഥിരമായ വരുമാനം, കുറേ ആക്ടിവിറ്റികളില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം, പണിയൊന്നുമില്ല. ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചിന്തയിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തെണ്ടി നടക്കുന്ന, പരാജയങ്ങളുടെ ഏറ്റുവാങ്ങിയിട്ടുള്ള, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള, കിട്ടാത്തതിൻ്റെ വിഷമങ്ങൾ പങ്കിടുന്ന കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ജീവിതം എത്ര വലുതാണെന്നറിയൂ? ജോലിയെക്കാളും പഠനത്തെക്കാളും. പഠനവും ജോലിയും മാത്രം നോക്കിയിട്ട് അത് ഒരു നമ്മുടെ പലിശ പോലെയാണ്. മുതല് എന്ന് പറയുന്നത് ജീവിതമാണ്. ആ മുതല് എന്താണെന്ന് മനസ്സിലാവാതെ പലിശക്കയുടെ പിന്നാലെ നടക്കുകയാണ്. മുതൽ കൂടുന്നേയില്ല ഒരിക്കലും. പലിശ ഇങ്ങനെ കൊടുത്തു തീർക്കുകയാണ് ജീവിതം. ജോലി സഹായകമാണ് ജീവിതത്തിന്, വളരെ അത്യാവശ്യമായിട്ടുള്ള. സ്വന്തം ആദായമുണ്ടാവുമ്പോൾ സ്വന്തം നിലനിൽപ്പുണ്ടാവുന്നു. ബന്ധുക്കൾ നമ്മളെ ബഹുമാനിക്കുന്നവർ, ചിലപ്പം ബന്ധങ്ങൾ ചിലപ്പം ജോലി ഉള്ളവരോടായിരിക്കും ഇല്ലാത്തവരെക്കാളും കൂടുതൽ. പക്ഷെ ഇനിയൊരു ചോദ്യം ചോദിക്കാം, ജോലി ഇല്ലെങ്കിലും ജോലി ഉണ്ടെങ്കിലും നാം ഉറപ്പിച്ചു നിർത്തുന്ന കുറേ ബന്ധങ്ങളുണ്ടല്ലോ, മനസ്സിന് സംതൃപ്തി നൽകുന്ന, ബാക്കിയുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന എത്രയോ മനുഷ്യന്മാരെ എനിക്കറിയാം. ജീവിതത്തിന്റെ അളവ് എന്ന് പറയുന്നത് ജോലി നഷ്ടപ്പെട്ടാലോ ജീവിതം നഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഒരു ജോലി പോയാൽ വേറെ എന്തെങ്കിലും ഒരു ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത കുറേ പേര് പ്രതിസന്ധിയിൽ ഉണ്ടാവില്ല. ആ സമയം നമ്മൾ കണ്ടെത്തുന്നത്, ആ സമയം ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന തരത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ചില വർഗങ്ങളുണ്ട്. വർഗങ്ങളെന്നാ പറയാം. അവർ ജീവിച്ചത് തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജീവിതം നഷ്ടപ്പെടുത്തല്ലേ ചെയ്യണത്? ജോലി തേടി, ജോലി നേടി, ജോലി പോയി, ഇതിലൊക്കെ മനഃശാന്തി നഷ്ടപ്പെടുന്ന കുറേ പേരെ നമുക്ക് കാണാൻ പറ്റും. ഇതിനേക്കാളും അത്യാവശ്യമായിട്ട് വേണ്ടത്, ഉള്ള സമയം നഷ്ടപ്പെടുത്താതെ വിജയിക്കാൻ, ആത്മസന്തോഷം നേടാൻ, ഒരുപാട് കൂട്ടുകാരുണ്ടാക്കാൻ, ഒരുപാട് വലിയ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന വലിയ പാഠപുസ്തകമായി ജീവിതത്തെ കാണാതെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ മാത്രം നോക്കി, ജീവിതം എന്ന് പറയുന്നത് ജോലി, ആത്മാർത്ഥത, സേവനം, സമാധാനം എന്നൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിൽ ആത്മാർത്ഥതയും സേവനവും സമാധാനവും കിട്ടുമ്പോൾ മനസ്സിന് നിറഞ്ഞു നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, ആത്മവിശ്വാസം, മറ്റുള്ളവരെ സ്പർശിക്കാൻ സാധിക്കുന്ന സേവനം, ഇതൊക്കെ ചേർത്ത് നമുക്ക് കിട്ടുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ജീവിതം ഒരു വലിയ ദൗത്യമാണ്. എത്ര പേർക്ക് നമുക്ക് വെളിച്ചം നൽകാൻ പറ്റും? കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിന സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം. അങ്ങനെയുള്ളൊരു യാത്രയാവണം. യാത്ര പൂർണ്ണമായിട്ടും ജേണി എന്നാണ് പറയുക, ട്രാവൽ എന്നല്ല. ട്രാവൽ നമ്മൾ ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് എത്തിക്കലാണ്. വൂംബ് ടു ടൂംബ് ആണ് ജന്മം മുതൽ മരണം വരെ ഉള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് മാറരുത്, ട്രാവലായിട്ട് മാറരുത്. അത് ജീവിതമാണ്, ഒരു സംസ്കാരമാണ്, ഒരു പ്രതിബദ്ധതയാണ്, അർത്ഥം കണ്ടെത്താനുള്ള യാത്രയാണ്. ജോലി വേണം, ശമ്പളം വേണം. സ്ഥിരമായിട്ടുള്ള ശമ്പളം കിട്ടുന്നത് വളരെ സമാധാനമാണ്. വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ജോലിയല്ല ജീവിതം, ഒരു കരിയർ അല്ല ജീവിതം. അതിൽ കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? സ്വന്തം ജീവിതം ഒരു പ്രൊഫഷണലിസമായി മാറണമെങ്കിൽ, ഞാൻ ഒരു പ്രൊഫഷണലാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ജോലിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ജോലിക്ക് വേണ്ടി ട്യൂഷൻ സെന്ററും ട്യൂഷനും കോച്ചിങ്ങിന് മേത്ത് കോച്ചിങ്ങും ഒക്കെയായി നടക്കുന്നവർ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ്. നമ്മളെ ബാക്കിയുള്ളവരെ സഹായിച്ചിട്ട് നമുക്ക്
എന്തൊക്കെയോ പഠിപ്പിച്ചു തന്ന് ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ജോലി ചെയ്യുന്ന കുറേ പേര്, അവരെ കണ്ടെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? അവരങ്ങനെ എത്തുന്നില്ലല്ലോ. നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെത്താത്തവരാണ് എന്ന് കാണും. അപ്പൊ മനോഹരമായി ജീവിക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ, ബാക്കിയുള്ളവരെ വഞ്ചിക്കാതെ പറ്റിക്കാതെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ മനുഷ്യന് അത്യാവശ്യമായിട്ട് വേണ്ട കുറേ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ഉണ്ടാക്കാനും സമൃദ്ധമായി അത് വിഭാവനം ചെയ്ത് കണ്ടുപിടിച്ച് അത് ചെയ്തു കൊടുത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട്. മത്സര പരീക്ഷകളൊന്നും പാസ്സാവണ്ട ഇതിന്. അതിനേക്കാൾ വലിയൊരു ഉദ്ദേശം എന്തിനാണ്? മത്സര പരീക്ഷകളാണോ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക. ആ പരീക്ഷകളില്ലാതെ തന്നെ ജീവിതം മനസ്സിലാക്കി, പഠനം ജീവിതത്തിന്റെ ഒരു ശൈലി വികസിപ്പിക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കി, വിവരമുണ്ടാവണം, അറിവുണ്ടാവണം, പഠിക്കണം, എന്നിട്ട് മനുഷ്യനായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ആഹാര നിദ്ര ഭയമൈതുനാനി സമാനി ചെയ്താനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ. നോളജ് ഈസ് എക്സ്ട്രാ ടു ഹ്യൂമൻ ബീയിങ്. ആ നോളജ് ഉണ്ടാവട്ടെ, അത്യാവശ്യമാണ്. അത് പാഠപുസ്തകങ്ങളിൽ നിന്നല്ല, അനുഭവങ്ങളിൽ നിന്നുള്ള അറിവ്. ആ അറിവാണ് നോളജ്. അതുണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലോകം കാണണം, ലോകത്തേക്ക് ഇറങ്ങണം, മനുഷ്യരുമായിട്ട് ഇടപെടണം. പുസ്തകത്തിൽ കാണാൻ പറ്റാത്ത എത്രയോ അനുഭവങ്ങളുടെ, പരാജയങ്ങളുടെ, ബന്ധങ്ങളുടെ, അമ്മയോടും അച്ഛനോടും ബാക്കി ജനങ്ങളോടും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന എത്രയോ അറിവുകളുണ്ട്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പണവും ഉദ്യോഗവും സ്ഥാനവും മാനവും എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്ന സ്ഥാനമാനങ്ങളല്ല. മനുഷ്യൻ എന്നുള്ള ഒരു മാനം, ബന്ധം എന്നുള്ള ഒരു മാനം, സമാധാനം എന്നുള്ള മാനം, സന്തോഷം, സത്യം, കരുണ ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വലിയ യഥാർത്ഥ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ്, അതിനുള്ള ഒരു അറിവ് നേടാനുള്ള ദീപം നമുക്ക് പ്രകാശം നൽകാൻ വേണ്ടിയിട്ടാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് എന്നെ മുന്നോട്ട് നയിക്കാനാണ്. അതൊരു ജോലിയായി കരുതരുത്. വലിയ ജീവിതത്തിൻ്റെ വലിയ അർത്ഥങ്ങളുടെ, സ്വയം കണ്ടുപിടുത്തങ്ങളുടെ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വലിയൊരു യാത്രയുടെ തുടക്കമാവണം. തുറന്നു തരുന്ന കുറേ വഴികളാവണം നമ്മുടെ മുന്നിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.